പ്രിയപ്പെട്ടിരിക്കുന്ന മാലിക് ദീൻ റളിയല്ലാഹു ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള ഉസ്താദുമാരൊക്കെ കാര്യങ്ങളെ നിങ്ങളെല്ലാവരും പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. വയസ്സില്ല പെണ്ണ് കിട്ടിയതിലുള്ളതാണ്. ഇന്ന് വിടുന്നവരൊക്കെ ദുആയിലൊക്കെ പങ്കെടുത്ത് പഠിക്കാനുള്ള മുജാഹിദീങ്ങൾ മരണത്തെക്കുറിച്ച് ഒരു ഓർക്കാൻ വരെ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ മുജാഹിദീങ്ങൾ മരണത്തെക്കുറിച്ച് പോലും ഓർക്കാൻ പാടില്ല. ആ സമയം കൂടെ എന്ത് ചെയ്യണം, പഠിക്കണമെന്ന്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കളിക്കാനെങ്കിലും പറ്റുന്ന നല്ല സ്ഥലമുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ അറബി കോളേജിൽ ഇടുങ്ങി കിടക്കാൻ സ്ഥലമില്ല, കുളിക്കാൻ സ്ഥലമില്ല, വസ്ത്രങ്ങൾ അലക്കി ഉണക്കാൻ സ്ഥലമില്ല, കളിക്കാൻ സ്ഥലമില്ല, സ്വാതന്ത്ര്യമില്ല. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഒരു സ്ഥലം നമുക്കുണ്ട്. പിന്നെ ഒരു നല്ല വലിയ പള്ളിയുണ്ട്, അവിടെ ഒരു വലിയ മഹാൻ അടക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്തൊന്നും പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് 2 കൊല്ലം കഴിഞ്ഞ് നിർത്തണം, 3 കൊല്ലം കഴിഞ്ഞ് നിർത്തി ഗൾഫിലൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിച്ച് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി തന്നെ ഇൻഷാ അല്ലാഹ് തീരുമാനിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉമർ ഖാദി റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പദവി കിട്ടിയതെന്നറിയോ? അദ്ദേഹത്തിന് കിട്ടിയ പദവി എന്താ? റൗള ഷരീഫിന്റെ മുമ്പ് പോയി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മദ്ഹ് പാടിയപ്പോൾ റൗളയുടെ മുകളിൽ കിടന്ന പച്ചപ്പട്ട് മാറി കവാടം ഇങ്ങനെ തുറന്നു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം വന്നു. അതിനൊരു കാരണമുണ്ട് ജീവിതത്തിൽ. എന്താണെന്നറിയോ? ആ ഒരു കാരണം ഞാൻ പറഞ്ഞു തന്നാൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടാൻ വേണ്ടി ഒരു ശ്രമം നിങ്ങൾ നടത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിങ്ങളുടെ പ്രായത്തിൽ കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ കൂടെ ഒരു യാത്ര പോയി. ഉസ്താദിന്റെ കൂടെ യാത്ര പോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും? ചിലരൊക്കെ പോയിട്ടുണ്ടാവും, ചിലർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവും, ചിലർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അങ്ങനെ യാത്ര പോയപ്പോൾ ഉസ്താദ് ഇൽമു പഠിക്കുന്നതിന് വേണ്ടി വേറൊരു ഉസ്താദിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി കയറിപ്പോയി. രാത്രിയായി. അപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്നോളണം, ഞാൻ ഇൽമു പഠിച്ചിട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിർത്തി. അങ്ങനെ ഉമർ ഖാദി എന്ന് പറയുന്ന കൊച്ചുകുട്ടി അവിടെ തന്നെ നിന്നു. ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്ത് പോയി രാത്രി ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക. കിതാബ് നോക്കി 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 ഒരുപാട് സമയം പോയത് ആരറിഞ്ഞില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉസ്താദ് അറിഞ്ഞില്ല. നമ്മളാണെങ്കിലും ആത്മാർത്ഥമായി കിതാബ് നോക്കിയാൽ സമയം പോകുന്നത് അറിയില്ല. പിന്നെ ക്ലാസ്സിന് സമയമായ ഉസ്താദ് വരുന്നുണ്ടോ, ഉസ്താദ് വരുമ്പോൾ പെട്ടെന്ന് അതങ്ങനെയാണെങ്കിൽ പറ്റില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് കിതാബ് പഠിച്ചുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. രാവിലെ സുബഹി കഴിഞ്ഞിരുന്നാൽ ദുഹറിന്റെ വാങ്ങി വെക്കുമ്പോഴാണ് അറിയുന്നത് അല്ലാഹു ഇത്രയും സമയമായാണ്, പെട്ടെന്ന് സമയം പോകും. അങ്ങനെ ഉസ്താദ് അങ്ങനെ ഇൽമു പഠിച്ചിരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. തഹജ്ജുദിന്റെ സമയം ആയപ്പോഴാണ് ആലോചിച്ചത്, എന്നും ഒന്നു കൊടുക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ആരാ? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അപ്പോഴാലോചിച്ച്, പടച്ചവനെ, എൻ്റെ ശിഷ്യനെ ഞാൻ റോഡിൽ നിർത്തിയിരിക്കുകയായിരുന്നല്ലോ, അവനെ വിളിച്ച് അകത്തിരുത്താൻ വരെ പറ്റിയില്ല. 7-8 മണിക്കൂർ രാത്രി അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിന്നാണെന്ന് പറഞ്ഞ് പേടിച്ച് വെളിയിലിറങ്ങി നോക്കുമ്പോൾ എവിടെയാണോ ഉസ്താദ് നിർത്തിയിരുന്നത് അവിടെ തന്നെ ആര് നിൽക്കുന്നു? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. അതുപോലെ നിൽക്കുകയാണ്, അനങ്ങിയിട്ടില്ല. ഉസ്താദ് ചോദിച്ചു, മോനെന്തേ അകത്തേക്ക് കയറി നിൽക്കാത്തത്, അകത്തേക്ക് കയറി വരാത്തത്, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എവിടെയാണോ എന്നെ നിർത്തിയത് അവിടെ നിന്ന് ഞാൻ അനങ്ങണമെങ്കിൽ പിന്നെ ഉസ്താദ് പറയണം. അപ്പോൾ ഉസ്താദിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. ആ സമയം ഉസ്താദ് തലയിൽ കൈവച്ച് ദുആ ചെയ്തതാണ് ഇത്രയും വലിയ ഒരു പദവിക്ക് കാരണമായത്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ദുആ കിട്ടണം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ദാറുൽ ഹുദയുടെ സർട്ടിഫിക്കറ്റിനെക്കാളും ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്നാൽ നമ്മുടെ ഉസ്താദ് തലയിൽ കൈവച്ച് എന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പറയാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നല്ല ആത്മാർത്ഥമായി പഠിച്ച് ഉസ്താദിനെ ഖിദ്മത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളാകാനുള്ള ശ്രമം നടത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ചെറിയ ദുആ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് മുതൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാം. 4 മാസം സംസാരിക്കാനൊന്നും പറ്റാതെ സുഖമില്ലാതെ കിടന്നതാണ്. അപ്പോൾ ഇപ്പോൾ അള്ളാഹു തആല ശബ്ദമൊക്കെ തിരിച്ചു തന്നു. അപ്പോൾ നിങ്ങളെപ്പോലുള്ള മുജാഹിദീങ്ങൾ ഉസ്താദുമാരെന്ത് ചെയ്യണം? എന്നും ദുആയൊക്കെ ചെയ്യും. അദ്ദാളൊക്കെ ഓതൂടെ? അതാണ് നല്ല. അദ്ദാളൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് സ്വലാത്തൊക്കെ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ ഉസ്താദ് വാക്കീൻ്റെ ദീർഘായുസ്സ് കൊടുക്കണം. മറന്നു പോകും, പേര് പറഞ്ഞ് ദുആ ചെയ്യണം. നിങ്ങൾ മനസ്സിൽ ചെയ്താൽ മതി. ഉസ്താദ്മാരൊന്നും കേൾക്കണ്ട. എപ്പോഴും ഉസ്താദ്മാരെ കേട്ടാൽ എന്നെപ്പോലെ ഔജാവൊക്കെ അപ്പോൾ എപ്പോഴും അങ്ങനെ പറയണ്ട. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യണം. ആഫിയത്ത് നന്നാവണം, ഇൽമു അധികരിക്കണം. ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചല്ലേ ഉള്ളൂ.
നിങ്ങളെപ്പോലെ ഇനിയും നല്ല ശരിക്ക് പഠിക്കണം, അതിനായിട്ടൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവേ, കരുണക്കടലായ രാജസീതായ പഠിച്ചവരെ നിങ്ങളുടെ ഈ സ്ഥാപനത്തെ നീ വളർത്തണേ അള്ളാഹ്, ഉയർത്തണേ റഹ്മാനെ. ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ.